ഇന്ന് പുറത്തു വന്ന IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ടതാണ്. ലേലത്തിൽ ഹൈദരാബാദ് പാറ്റ് കമ്മിൻസിനെ 20 കോടിക്കാണ് വാങ്ങിച്ചെടുത്തത്. ഇപ്പോഴത്തെ ഹൈദരാബാദ് അടുത്ത IPL പാറ്റ് കമ്മിൻസിനെ ക്യാപ്റ്റൻ ആക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. SRHന്റെ പുതിയ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് സൂര്യകുമാറുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായതോടെ മുംബൈ ടീമിൽ വലിയ തർക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സൂര്യകുമാറും മുംബൈ മാനേജ്മെന്റും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. രോഹിത്തിന് ശേഷം മുംബൈയുടെ ക്യാപ്റ്റൻസി സൂര്യയ്ക്ക് കിട്ടുമെന്നായിരുന്നു താരം കരുതിയത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് പാണ്ഡ്യ വന്നത്. ഇപ്പോഴത്തെ സൂര്യ മുംബൈ മാനേജ്മെന്റിന് കത്തയച്ചിരിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് കീഴിൽ എനിക്ക് കളിക്കാൻ സാധിക്കില്ലെന്നാണ് സൂര്യ കത്തയച്ചിരിക്കുന്നത്. പാണ്ഡ്യ ഒരു അഹങ്കാരിയാണ്. ചിലപ്പോൾ സൂര്യ വരെ പാണ്ഡ്യയുടെ തെറി കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ സൂര്യകുമാർ മാനേജ്മെന്റിനെ കത്തയച്ചിരിക്കുന്നത്. സൂര്യ കൂടുതലും മുംബൈ ടീം വിടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സൂര്യ ചെന്നൈയിലേക്ക് പോകാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. ചെന്നൈക്ക് എന്തായാലും ധോണിക്ക് ശേഷം പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. സൂര്യകുമാർ വന്നാൽ ഒരുപക്ഷെ ചെന്നൈക്ക് താരത്തെ ക്യാപ്റ്റനാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ സൂര്യ മാനേജ്മെന്റിന് കത്തയച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയും മുംബൈ ടീം വിടുമെന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. BCCI വീണ്ടും ട്രേഡ് വിൻഡോ ഓപ്പൺ ചെയ്തു. മാർച്ച് 22 വരെ താരങ്ങളെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ ടീമിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വേറെ ടീമിലേക്ക് മാറാൻ സാധിക്കും. പ്ലെയർ എക്സ്ചേഞ്ച് വഴിയോ അല്ലെങ്കിൽ ക്യാഷ് ഡീൽ വഴിയോ മാറാൻ പറ്റും. രോഹിത് ശർമ്മ ഇങ്ങനെ മാറുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പാണ്ഡ്യയ്ക്ക് കീഴിൽ രോഹിത് ശർമ്മ കളിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ട്. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടണമെന്ന് ആരാധകരും പറയുന്നുണ്ട്. രോഹിത്തിന് വേണ്ടി വമ്പൻ ടീമുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ ടീമുകൾ രോഹിത്തിന് വേണ്ടി രംഗത്തുണ്ട്. അതുപോലെ തന്നെ CSKയും. CSKയുടെ പോസ്റ്റിന് താഴെ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ ഹാർട്ടാണ് ഋതിക റീപ്ലൈ ചെയ്തത്. രോഹിത് രാജസ്ഥാനിലേക്ക് വന്നാൽ അത് സഞ്ജുവിന് ലോട്ടറിയാണ്. രോഹിത്തും സഞ്ജുവും ഒന്നിച്ചാൽ അത് IPL ഏറ്റവും മികച്ചൊരു ടീമായി രാജസ്ഥാനെ മാറ്റും. അപ്പോൾ രോഹിത് ഏത് ടീമിലേക്കാണ് പോകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.